ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനുവിനെ കാണാനായിട്ട് അർജുൻ വരുന്നുണ്ടല്ലോ. അർജുൻ ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ വാങ്ങി തരട്ടെ എന്ന്. അപ്പോൾ മീനു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഉപകാരങ്ങളൊന്നും ഇനി നിങ്ങൾ ചെയ്ത് തരണ്ട, ഇത്രത്തോളം മതിയായി, എനിക്കിനി അനുഭവിക്കാൻ വയ്യ, അത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മീനു ചോദിക്കുന്നുണ്ട് അവിടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന്. അപ്പോൾ അർജുൻ പറയാനുണ്ടോ, അവരെ നിനക്കറിയാവുന്നതല്ലേ അവരുടെ മനസ്സ്. അതെ, അമ്മയും ചേച്ചിയൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ദൈവമേ എന്നിങ്ങനെ മീനു പറയട്ടോ. അതൊക്കെ വിട് മീനു, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഞാൻ അവിടെ പോയി ഇരിക്കുക അർജുൻ, അത് കാരണം ഞാൻ ഇന്ന് ലീവ് എടുത്തു എന്ന് പറയാൻ കേട്ടോ. ശരി, എന്നാൽ നീ ലീവ് എടുത്തോ, സമാധാനം കിട്ടട്ടെ. അച്ഛനെ സമാധാനിപ്പിക്കേണ്ട ആവശ്യം നിൻ്റെതല്ലേ. അച്ഛനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കണം, എല്ലാം പെട്ടെന്ന് ശരിയാകും മീനു എന്നും പറഞ്ഞിട്ടാണ് അർജുൻ അവിടെ നിന്ന് പോകുന്നുട്ടോ. ഈ സമയം വീട്ടിലെ മഹേന്ദ്രനും അച്ഛനും കൂടെ സംസാരിക്കുകയാണ്. ഞാൻ പലതവണ അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് രാജേന്ദ്രൻ എന്നോട്, എന്നിട്ടും ഞാനാ അച്ഛ എല്ലാം നിർബന്ധിച്ച് അവനെ ഏൽപ്പിച്ചത്, വെറുതെ എന്തിനാ വിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പാവം ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചു. എനിക്കറിയാം അച്ഛ അവൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവർക്കൊക്കെ എന്താ പറ്റിയത്, എത്ര ഉപദേശിച്ചാലും ഈ പ്രഭയും കാഞ്ചനയും നന്നാവില്ലല്ലോ. ഇവർ പറഞ്ഞ വാക്കുകളൊന്നും രാജേന്ദ്രനും കുടുംബത്തിനും ഒരിക്കലും മറക്കാനാവില്ല. പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ 4 പേരുടെ ഭാവി എന്താവും അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയൊക്കെ അനുഭവിക്കാൻ വേണ്ടി ആ മീനു അഖിലേക്ക് എന്ത് തെറ്റാ ചെയ്തതെന്ന് മുത്തശ്ശൻ ചോദിക്കട്ടെ. അപ്പം മഹി പറയുന്നുണ്ട്, ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായല്ലോ അച്ഛാ, അല്ലെങ്കിൽ തന്നെ ഗൗതമിനാണെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അവർ പരസ്പരം സംസാരിച്ചതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായത്. രാജേന്ദ്രനാണെങ്കിലും കുടുംബം മുഴുവൻ അപമാനിക്കപ്പെട്ടില്ലേ. എന്തായാലും മീനുവിനെ അഖിലയും ഇവിടെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു അഭിമാനിയാണ്, പണം തരാതെ എന്തായാലും അവരെ വിടില്ല. അതുപോലെ തന്നെ മക്കളും അഭിമാനിയായ അച്ഛൻ്റെ മക്കളല്ലേ, അച്ഛന് വേണ്ടി അവരും ഇങ്ങോട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അവനെ ഇനി ഇങ്ങോട്ട് വിടില്ലേ, അവരിനി വരില്ലേ, ഇതൊക്കെയാണ് അച്ഛാ എൻ്റെ പേടി എന്നിങ്ങനെ മഹേന്ദ്രൻ അച്ഛനോട് പറയട്ടോ. ഈ സമയത്ത് മീനുവിൻ്റെ വീട്ടിലുള്ള അവിടെ ഫുഡൊന്നും ഉണ്ടാക്കാത്ത കാര്യം അവർ ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഗൗതം അവിടെ ഫുഡും കൊണ്ട് വരുന്നത് കേട്ടോ. അവിടെ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ മീനു അഖിലയോട് പറയുന്നുണ്ട്, അഖിലയെ ഫുഡ് വന്നിട്ടുണ്ട്, എൻ്റെ പേഴ്സിൽ നിന്ന് നീ കാശ് എടുത്ത് കൊടുത്തത് വാങ്ങാൻ. അങ്ങനെ കാശും കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഗൗതം തന്നെയാണ്. അത് കാണുമ്പോൾ അഖിലയ്ക്ക് നല്ല വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് പൈസ കൊടുക്കുമ്പോൾ ഗൗതം അത് വാങ്ങുന്നില്ല. അത് വേണ്ട, എനിക്ക് നിങ്ങളുടെ കരുണയും സ്നേഹവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, കാര്യം ഇത്രത്തോളം ചെയ്തു തന്നത് തന്നെ വലിയ ഉപകാരം, അതിൻ്റെ ഫലമാണല്ലോ നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്നിങ്ങനെ അഖില പറഞ്ഞിട്ട് ആ കാശ് കൊടുക്കുക കേട്ടോ. കാശും കൊടുത്ത് ബാക്കി പൈസയും തിരിച്ചു കൊടുത്തിട്ട് ഗൗതം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാനായിട്ട് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ഇവിടെ അഖില മനസ്സിൽ വിചാരിക്കുകയാണ്, അകത്ത് കയറി എൻ്റെ അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവന് തോന്നിയില്ലല്ലോ. ഇവനെ പോലെ ഒരുത്തൻ്റെ മുമ്പിലാണല്ലോ ഞാൻ താലി കെട്ടാനായിട്ട് കഴുത്ത് നീട്ടിക്കൊടുത്തത് എന്നിങ്ങനെ സങ്കടത്തിൽ മനസ്സിലാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് ഗൗതം തന്നെ വണ്ടിയിൽ തിരിച്ചിറങ്ങിയിട്ട് അഖിലയുടെ കയ്യിൽ നിന്ന് ആ ഫുഡ് വാങ്ങിച്ചിട്ട് നീങ്ങി തന്നെ എന്നും പറഞ്ഞിട്ട് നേരെ അകത്ത് കൊണ്ടുപോകണം. എന്നിട്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് വിളിക്കുന്നുണ്ട്, അങ്കിൾ ഞാനും അഖിലയും സംസാരിക്കുന്നത് വീട്ടിലുള്ളവർ കേട്ടു, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഞങ്ങളൊരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഒഴിവാക്കായിരുന്നു, എന്നോട് ക്ഷമിക്കണം അങ്കിളെ, എനിക്ക് മാപ്പ് തരണം, തെറ്റ് പറ്റിപ്പോയി എന്നിങ്ങനെ ഗൗതം ക്ഷമ ചോദിക്കട്ടെ എല്ലാവരോടും. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഗൗതം പറയണം, നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല, ഞാൻ ഭക്ഷണവുമായി വന്നതാണ്, ഇതെൻ്റെ ജോലിയല്ലേ. മരുമകൻ ഭക്ഷണം കൊണ്ടുവന്നിട്ട് നിങ്ങളാരും കഴിക്കാതിരിക്കണ്ട, ഒരു ഫുഡ് ഡെലിവറി കൊണ്ടുവന്നു, ഒരു തൊഴിലാളി കൊണ്ടുവന്നു എന്ന് മാത്രം കരുതിയാൽ മതി, എല്ലാവരും ഫുഡ് കഴിക്കാക്കില്ലേ, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ. പെട്ടെന്ന് അന്ന് രാത്രി തന്നെ അമ്മ നമ്മുടെ മീനുവിൻ്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഏട്ടാ ഈ ഒരു കടം വീട്ടണം, വീടും തോട്ടവും എല്ലാം നമുക്ക് വിറ്റിട്ടാണെങ്കിലും കടം വീട്ടി 2 പേരെ അങ്ങോട്ട് പറഞ്ഞു വിടണം, നമ്മുടെ മക്കളുടെ ഭാവിയല്ലേ വലുത്. ഭർത്താക്കന്മാരോട് അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയാവോ, മീനുവിനും അർജുനും ഒരിക്കലും പിരിഞ്ഞിരിക്കാനേ കഴിയില്ല, അവരിപ്പോൾ പഴയ പോലെയല്ല, നല്ല സ്നേഹത്തിലുമാണ് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് രാജേന്ദ്രൻ പറയാണ്, എടി അങ്ങോട്ട് കയറി വിൽക്കുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ വില കുറയും, നഷ്ടം വരും, അപ്പോൾ എന്താ ചെയ്യുക, നഷ്ടം നോക്കണ്ട ഏട്ടാ, നമുക്ക് നഷ്ടമല്ല വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി തന്നെയാണ്, എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇത് നമുക്ക് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രാജ്യം പറയുന്നുണ്ട്, നീ അവരൊക്കെ പറയണ കേട്ടില്ലേ, എത്ര പൈസ കൊടുത്താലും ശരി തന്നെ, ഈ കടം വീട്ടിയാലും ശരി തന്നെ, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല അച്ഛാന്ന്. അതൊക്കെ അവർ പറയും, അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്, അവർക്ക് തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ?
അവരല്ലെങ്കിലും അവരുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. അവർ നാളൊരു കാലത്ത് അവരോടൊപ്പം അല്ലേ ജീവിക്കേണ്ടത്. അത് നിങ്ങൾ ഓർക്കണം. അതുമാത്രമല്ല, നാളെ രാവിലെ നോക്കിക്കോ, അർജുന് മീനുവിനെ കാണാൻ പറ്റാണ്ട് അവൻ ഓടി ഇങ്ങി വരും. അതാണ് അവരുടെ സ്നേഹം എന്നിങ്ങനെ പറയുമ്പോൾ അറിഞ്ഞ അച്ഛൻ പറയാണ് കേട്ടോ, അങ്ങനെ കാണണ്ട അവർ തമ്മിൽ. ഈ പൈസ കൊടുക്കുന്നത് വരെ പരസ്പരം കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എത്രയും വേഗം പൈസ കൊടുക്കാനുള്ള നടപടികൾ എടുക്കണം. വാശിയല്ല ഇവിടെ വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് അവരുടെ ജീവിതമാണ് എന്ന് അമ്മ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് സമയം തന്നെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് മീനു ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാനുണ്ട്, മോളെ ഞാൻ കൊണ്ടുവിടണോ? വേണ്ട അച്ഛൻ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ശരി, ഞാനൊരു ബ്രോക്കറെ കാണുന്നുണ്ട് വസ്തുവിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി. ശരി അച്ഛൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴുണ്ട് അർജുൻ അവിടെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, വാ മീനു, ഞാൻ കൊണ്ടാക്കാം സ്കൂളിലേക്ക്, ഞാൻ എപ്പോഴും നിന്നെ കാത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല അർജുൻ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. അങ്ങനെ പറയല്ല, ഞാനല്ലേ നിന്നെ എന്നും കൊണ്ടാക്കുന്നത്. അത് എന്നും ശരിയായിരിക്കും, പക്ഷേ ഇനി മുതൽ അത് വേണ്ട, കുറച്ച് നാളിതിങ്ങനെ പൊക്കോട്ടെ. അങ്ങനെ പറയണ്ട. എൻ്റെ ചേച്ചിയും അമ്മയും ചെയ്ത കുറ്റത്തിന് ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? എനിക്ക് ദേഷ്യമല്ല അർജുൻ, നിങ്ങളുടെയൊക്കെ സ്നേഹമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ചെയ്തു തന്ന നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് പിന്നീട് ഉപദ്രവമായി. എന്നാലും എനിക്ക് ഒരു ദേഷ്യവുമില്ല, നല്ല കാര്യം തന്നെ ചെയ്തത്. കുറച്ച് ദിവസം നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് വന്നാലും ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം. നീ വണ്ടിയിൽ കയറാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയെങ്കിലും വെച്ച് അവർ കാണണം. ഇനി അതിൻ്റെ പേരിൽ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കണം. ഇനിയും താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് മീനു വണ്ടിയിൽ കയറാതെ പോവാണ് കേട്ടോ. ഇത് അർജുന് താങ്ങാനാവുന്നതിൽ അധികമായി പോയിട്ടുണ്ട്. അങ്ങനെ രാത്രി വീട്ടിൽ വന്നിട്ട് അർജുനാണെങ്കിൽ കുറേ കള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കുടിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം മുറിയിലേക്ക് കയറി വരുമ്പോഴാണ് ഏട്ടൻ മദ്യപിക്കുന്ന കാണുന്നത്. അങ്ങനെ ഓടി വന്ന് ചോദിക്കുന്നത്, എന്താ ഏട്ടാ ഇത്? എന്നെ ഉപദേശിക്കുന്ന ഏട്ടൻ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എടാ, എനിക്ക് മീനുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അവൾ എന്തുമാത്രം അകലെ നിന്നവളാണ്. ഇപ്പം ഒരുവിധം ഒന്ന് അടുത്ത് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ അവളില്ലാതെ ഈ മുറിയിൽ തനിച്ച് എനിക്ക് ജീവിക്കാനും കഴിയില്ലടാ എന്നിങ്ങനെ ഗൗതത്തിനോട് പറയട്ടോ. എല്ലാം ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ നമ്മളെ പിരിച്ചു കളഞ്ഞല്ലോ എന്നിങ്ങനെ അർജുൻ സങ്കടപ്പെടുമ്പോൾ ഉടനെ ഗൗതം പറയുന്നുണ്ട്, എല്ലാം ഈ ചേച്ചിയുടെ പണിയാണ്, എന്ത് ചെയ്യാനാ, ചേച്ചിയായി പോയില്ലേ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഉടനെ നമ്മുടെ അർജുൻ ഗൗതമിനോട് പറയുന്നുണ്ട്, അവൾ എന്ത് തെറ്റാടാ ഈ വീട്ടിൽ ചെയ്തത്? ആദ്യം അവളെ ജാതകദോഷത്തിൻ്റെ പേരും പറഞ്ഞായിരുന്നു കുറേ ഉപദ്രവിച്ചത്. പിന്നെ മീനു വന്നതിന് ശേഷമാണ് ഈ വീടൊരു വീടായത്. അത് നിനക്കറിയാവോ? അല്ലേ തന്നെ അവൾക്കൊരു ജോലി കിട്ടി. ജോലിക്ക് പോയാലും അവൾ വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കി വെച്ചിട്ടാണ് അവൾ ജോലിക്ക് പോകുന്നത്. ഇത്രയൊക്കെ അമ്മ അവളെ ദ്രോഹിച്ചിട്ടും അവൾ എന്തെങ്കിലും ഒരു മറുപടി അമ്മയുടെ മുഖത്ത് നോക്കി ദേഷ്യത്തിൽ പറയണമെന്ന് കേട്ടിട്ടുണ്ടോടാ? അത്ര പഞ്ചപാവമാണ് അവൾ. അവളോട് എങ്ങനെ ചെയ്യാൻ ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അനിയൻ്റെ അടുത്ത്. അപ്പോൾ ഗൗതം പറഞ്ഞ എല്ലാം ശരിയാവും, ഇനി മദ്യപിക്കണ്ട, ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഞാനിന്ന് അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഞാനാണ് ഫുഡും കൊണ്ട് പോയത്. അങ്ങനെ ഞാൻ അകത്ത് കയറി എല്ലാവരോടും ക്ഷമയൊക്കെ പറഞ്ഞായിരുന്നു. അവരുടെ അവസ്ഥയെന്ന് വെച്ചാൽ വല്ലാത്തൊരു കഷ്ടത്തിൽ തന്നെ, എല്ലാവരും മനപ്രയാസത്തിൽ തന്നെയാണ് ഏട്ടാ ഇരിക്കുന്നത്. നമുക്കിത് മാറ്റിയെടുക്കണം എന്നിങ്ങനെ ഗൗതം പറയണതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്